ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഉപ്പിലിട്ട മാങ്ങ എങ്ങനെ ഒരു വർഷത്തോളം കേടുകൂടാതെ പൂപ്പലൊന്നും വരാതെ എങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമെന്നുള്ള ഒരു കുഞ്ഞ് റെസിപ്പിയാണ്. അപ്പോൾ മാങ്ങ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 7 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണിത്. അപ്പോൾ ഇതൊക്കെ നന്നായി കഴുകിയെടുത്തതാണ്. ഇനി ഈ മാങ്ങയിലുള്ള വെള്ളമൊക്കെ നന്നായി ഒന്ന് തുടച്ചെടുക്കാം. ഒരു നല്ല വൃത്തിയുള്ള കോട്ടൺ ക്ലോത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒന്ന് നന്നായി തുടച്ച് അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ പോക്കുക. ഇനി ഈ മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ആദ്യം ഇതിൻ്റെ ചെനയങ്ങൊക്കെ ചെത്തിക്കളയുക. പിന്നെ ഇത് കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അത് നിങ്ങളെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കുക. ചിലർക്ക് വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് വളരെ കനം കുറച്ചിട്ടായിരിക്കും ഇഷ്ടം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കുക. അപ്പോൾ മാങ്ങയൊക്കെ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 7 മാങ്ങ എടുത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ 6 പച്ചമുളകാണ് എടുത്തത്. പച്ചമുളകും ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട വെള്ളം ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പോളം വിനാഗിരി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് ഉപ്പിട്ട് കഴിഞ്ഞാൽ, ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് ബോട്ടിലേക്ക് മാറ്റി കൊടുക്കണ്ടൂ. അപ്പോൾ ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എടുത്തത്. ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് ബോട്ടിലിട്ടാൽ പെട്ടെന്ന് ഇത് പൂപ്പൽ വരാനും പിന്നെ നമ്മളെ ഹെൽത്തിനൊന്നും അതത്ര നല്ലതല്ല. അപ്പോൾ ഗ്ലാസ് ബോട്ടിൽ ഇതേപോലെ തന്നെ നന്നായി ഒന്ന് തുടച്ചെടുക്കണം. ടിഷ്യൂ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ കോട്ടൺ വൈറ്റ് ക്ലോത്ത് കൊണ്ടോ ഒന്ന് നന്നായി തുടച്ച് അതിൻ്റെ അകത്തുള്ള ഈർപ്പ അംശമെല്ലാം നന്നായി ഒന്ന് പോക്കിയെടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ മാങ്ങ കേടുവരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച ഗ്ലാസ് ജാറിലേക്ക് ഈ മാങ്ങ, കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുക. ഞാൻ എടുത്തു വെച്ച ബോട്ടിൽ കുറച്ച് കുഞ്ഞിയായിപ്പോയി, ചെറുതായിപ്പോയി, എല്ലാ മാങ്ങയും കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ 3-4 ബോട്ടിലായിട്ട് മാറ്റിയത്. പിന്നെ എല്ലാ ബോട്ടിലും അതേപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ചൂടാറാൻ വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കേടുകൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മാങ്ങ നല്ല പുളിയുള്ളതായിരിക്കണം. പിന്നെ മാങ്ങ നന്നായി തുടച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ ഗ്ലാസ് ജാറും നല്ലോണം തുടക്കണം. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഒരു വർഷം ഈ മാങ്ങേൻ്റെ സീസൺ കഴിഞ്ഞാലും നമുക്ക് ഉപ്പിലിട്ട മാങ്ങ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.